ആദ്യത്തെ 6 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മുടി കംപ്ലീറ്റ് പോയി. മുന്നോട്ട് പോകുന്തോറും മീശയും താടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇളകി വരാൻ തുടങ്ങി. ബോഡിയിലെയും എല്ലാം ഇളകുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരു ദിവസം 6 ലിറ്ററും 5 ലിറ്ററിൽ കൂടുതൽ എങ്ങനെയാലും ഞാൻ കുടിക്കുമായിരുന്നു. ഫുഡ് ഞാൻ കഴിക്കുമായിരുന്നു. അവസാനമൊക്കെ നമ്മൾക്ക് കെമിക്കൽ കുടിക്കുന്നതിനും കെമിക്കൽ തിന്നുന്നതിനും. എന്റെ സെയിം ക്യാൻസറിലുള്ളവരൊന്നും ഞാൻ രക്ഷപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. ലിംഫോമ ഒക്കെ വന്നിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത സൈക്കിൾ ആയപ്പോഴത്തേക്കും എനിക്ക് ന്യൂമോണിയ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു. ഉള്ളതിൽ ഏറ്റവും ചീത്ത സാധനം വന്നു. കേരളത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സഹായിക്കാനുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരുണ്ട്. മൂക്കിലും വായി നോക്കി നിറച്ച് ബ്ലഡ് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡോക്ടറിന് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇതുപോലെ ഈ ജോലി വിട്, നമുക്ക് നമ്മുടെ ഹെൽത്ത് ആണല്ലോ പ്രധാനം. ഇപ്പോൾ എന്നെ കൊണ്ടുള്ള ആവശ്യം സൈറ്റിലായിരുന്നു. അവിടെ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നൊരു ലെവലിലെത്തി. സർജറിക്ക് ശേഷമാണ് ഈ സൗണ്ട് എന്നെ അവിടെ കൊണ്ടാക്കിയാൽ മതി എന്ന് ഞാൻ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. അവര് നോക്കിക്കോണം. എന്ത് മനുഷ്യനാണോ താങ്കൾ? എന്തെങ്കിലും ഒരു ജോബ് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും അപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സെയിം ഫീൽഡിലേക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ജിയോളജിസ്റ്റ് ആയതുകൊണ്ട് ക്യാൻസർ നിങ്ങളുടെ മുന്നിൽ തോറ്റുപോയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് മാത്രമാണ് എനിക്ക് അതിനകത്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് നല്ലൊരു സാലറി, നല്ലൊരു പാക്കേജിൽ ഞാൻ പോയാണ്. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് കേരളത്തിലായാലും ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടായാലും എനിക്കൊരു ജോബ് തരുവാണെങ്കിൽ ഞാനതൊരു